നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി നോക്കിയിട്ട് നോമ്പ് എന്നല്ല ഏതൊരു ജോലിയും ചെയ്യുന്നത്. ഈ നോമ്പ് എന്ന് പറഞ്ഞത് ജോലി തന്നെയാണ്. കാരണം കൃത്യമായി ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അടയാളങ്ങൾ നമ്മൾ ഭൂമി സ്വന്താക്കാനാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതെന്നാണ് എല്ലാവരെയും വിശ്വാസം. അല്ല, ഭൂമി നമ്മളെ സ്വന്താക്കാനാണ്. അതൊരു കഥ ഉണ്ട്. പിന്നെ പിന്നെ ഒന്നാമത്തെ നോമ്പിലും അവസാനത്തെ നോമ്പിലുമാണ് പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ചിലവർ കാണാം. ഇനിയാണ് നമ്മുടെ റോഡിൽ ആക്സിഡന്റുകൾ നടക്കുക. പിന്നെ നോമ്പ് ആയിട്ടേ ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നുള്ളൂ എവിടെയെങ്കിലും നല്ല ഹോട്ടലുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ നോമ്പിന് എവിടെയും ഹോട്ടൽ തുറന്നിട്ടുമില്ല. അപ്പോൾ ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ വേനൽക്കാലത്ത് നല്ല ഫ്രൂട്ട്സ് ഐറ്റംസാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മുടെ കുന്തിപ്പുഴ നല്ല അടിപൊളി ഒരു ഫ്രൂട്ട്സിൻ്റെ സ്റ്റാളുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് നല്ല ഫ്രഷ് ഐറ്റംസാണോ. ഞാനൊക്കെ ചിലപ്പോൾ അവിടുന്ന് അധികം വാങ്ങല്. ഇപ്പം നോമ്പിൻ്റെ സമയത്തുകൊണ്ട് ഈ വഴി പോണവർക്കൊക്കെ ഒരു ഉപകാരം. അല്ലെങ്കിൽ ആവില്ല എന്നല്ല, പക്ഷേ നമ്മൾ പോണ വഴി കൂടെ പോകുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ ഇന്നത്തെ ഓരോ കാഴ്ചകളാണ്. ഒന്ന് തിരക്ക് തീരില്ല. സമയം എത്ര അറിയോ? 6:25, 6:30 മണി. ഇപ്പോൾ 25-35 പന്ത്രണ്ടൊരു കാലം. അപ്പോൾ നമ്മൾ ഓർത്തിപ്പടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിന്നെ ഒന്നാമത്തെ നോമ്പിലും അവസാനത്തെ നോമ്പിലുമാണ് പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ചിലവർ കാണാം. ഇനിയാണ് നമ്മുടെ റോഡിൽ ആക്സിഡന്റുകൾ നടക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രിയപ്പെട്ട നോമ്പെടുക്കുന്ന വിശ്വാസികളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നോമ്പെടുക്കുന്ന സമയത്തിന് മുന്നേ അവിടെ നോമ്പ് എടുക്കുന്ന ആ സ്ഥലത്ത് എത്തണം. ചില ആൾക്കാരുണ്ട് കേട്ടോ, ബൈക്കിലായാലും കാറിലായാലും സ്പീഡ് പോകുന്നതാണ്. എന്താ അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ അതിന് മുന്നേ നേരത്തെ ഇറങ്ങണം. അല്ലാതെ മറ്റുള്ളവനെ റോഡിൽ വെറുപ്പിച്ച് പോയിട്ട് ഒരു കാര്യമില്ല. ഞാനത് എന്നും എപ്പോഴും പറയാറുള്ള കാര്യമാണ്. നോമ്പിന് മാത്രം പ്രത്യേകതയൊന്നുമില്ല. അത് നിങ്ങൾ പിന്നെ എന്താ പറയുക, ആവശ്യമില്ലാത്ത ഓരോ ഇതിൽ പോയിട്ട് നിങ്ങൾ ചാടിയിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് തീരെ ആൾക്കാരില്ല. പിന്നെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്നല്ല ഞാനായാലും നമ്മൾ ഭൂമി സ്വന്താക്കാനാണ് ഇപ്പം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതെന്നാണ് എല്ലാവരെയും വിശ്വാസം. അല്ല, ഭൂമി നമ്മളെ സ്വന്താക്കാനാണ്. അതൊരു കഥ ഉണ്ട്. അത് കഥയൊക്കെ പിന്നെ പറയാം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ പിന്നെ ആശുപത്രികളിലും അതേപോലെ ഈ ജയിലുകളിലൊക്കെ നിങ്ങൾ സന്ദർശിക്കണം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമയത്തിൻ്റെ വില എന്താണെന്നുള്ളത് ജയിലിൽ പോയാലേ അറിയുള്ളൂ. നമ്മുടെ ഇഷ്ടങ്ങളുടെ വില എന്താണ്, ആ ഇഷ്ടം എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് അവിടെ അറിയാൻ പറ്റും. ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ രോഗികളെ കണ്ട് നമ്മളൊരു മനുഷ്യനാണ് എന്നുള്ളത് നമുക്ക് ചെറിയൊരു ലോകമുള്ളൂ, ചെറിയൊരു ജീവിതമുള്ളൂ. ആയിരക്കണക്കിന് ഏക്കറുള്ള ആൾക്കാർക്ക് വെറും 6 അടി മണ്ണ് മാത്രമേ ഉള്ളൂ. അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. 6 അടി മണ്ണാണോ 10 അടി മണ്ണാണോ ഒന്നും പറയാൻ പറ്റില്ല.
സ്റ്റാൻഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അത് അടിപൊളിയാക്കി പണിക്കണം. എന്തായാലും നാളെ എന്തായാലും ഓപ്പൺ ചെയ്യും. ഇപ്പം ഞായറാഴ്ച ചെയ്തുകൊണ്ടേ ആൾക്കാരുമില്ല. നോൽമ്പിൻ്റെ ഒന്നല്ലെന്ന്. അപ്പം നിങ്ങൾ നോമ്പെടുക്കുമ്പോഴേ ഒരു തുടർച്ചയായിട്ട് ഒരു നോമ്പെങ്കിലും നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും അതിന് വഴിതിരിഞ്ഞു പോകരുത്. അതൊക്കെയാണ് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ ഇറങ്ങുകയാണ്. ഇപ്പം ഞാൻ ആദ്യത്തെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞത് ദൈവമല്ല. പക്ഷെ ദൈവമല്ല എന്ന് പറഞ്ഞത് ദൈവത്തിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ദൈവം ഭൂമിയിൽ കൂടെ അലഞ്ഞു നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആദ്യം നല്ല ഹോട്ടലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അച്ചയൻസ് ഉണ്ടായിരുന്നു. അച്ചയൻസ് താഴത്തേക്ക് പോയി. ശരിക്കും പറയട്ടെ, എന്നാൽ മണ്ണാർക്കാടില് നെല്ലിപ്പുഴ തൊട്ടിട്ട് കുന്തിപ്പുഴ വരെ നല്ലൊരു ഹോട്ടലില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടോ എനിക്കറിയില്ല. കാരണം നമ്മൾ പിന്നെ കാര്യമായിട്ട് എപ്പോഴെങ്കിലൊക്കെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുള്ളൂ.